എല്ലാവർക്കും നമസ്തേ. ഇന്ന് ഞാനുള്ളത് നമ്മുടെ കരിങ്കല്ല് കൊണ്ട് വിസ്മയം തീർത്ത തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം. അവിടെയാണ് ഇന്നത്തെ യാത്ര. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലുള്ള ലോകപ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് ബൃഹദീശ്വര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് പെരിയ കോവിൽ, ബിഗ് ടെമ്പിൾ എന്നൊക്കെ നാമധേയമുണ്ട്. രാജരാജ ചോളൻ ഒന്നാമൻ 11-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്തതാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഈ ക്ഷേത്രത്തിന് 13 നിലകളുള്ള ഗോപുരവും 81 ടൺ ഭാരമുള്ള മകുടവും 12 അടി ഉയരമുള്ള ശിവലിംഗവുമാണ് പ്രധാന ആകർഷണം. ஆக்சுவல் நேம் வந்து ராஜராஜேஸ்வரம் உடையார் டெம்பிள். இந்தியாவிலேயே மிகப்பெரிய சிவன் இங்கே தான் இருக்குது. மத்திய பிரதேசில் நர்மதா ரிவர்லேருந்து கடல் வழியாக எடுத்துகிட்டு வந்தது. இந்த கோயிலை கட்டிய மாமன்னன் வந்து முதலாம் ராஜராஜ சோழன் 1003 ஸ்டார்ட் பண்ணி 1010 கட்டி முடிக்குது. எந்த ஃபெசிலிட்டி இல்லாத காலத்தில் தஞ்சாவூர் வந்து ஃபஸ்ட்டு சோழர்கள், நெக்ஸ்ட்டு வந்து பாண்டியர்கள், நெக்ஸ்ட்டு மராட்டா, கிருஷ்ணதேவராயரும், மராட்டா, பிரிட்டிஷ் பீப்புள், இண்டிபெண்ட். இந்த ஊரில் கும்பகோணத்துலேயும் ராக்கு கிடையாது, எல்லாமே விவசாய பூமி. மதுரை போகிற வழியில் ஒரு ஊர் பேர் வந்து புதுக்கோட்டை. புதுக்கோட்டைக்கு பக்கத்தில் நார்த்தான் மலைன்னு ஒரு மலையை அப்படியே இங்கே கொண்டு வருது. அந்த காலத்தில் மலையை எப்படி ஓட்ட போட்டுச்சுன்னா ஏதோ ஒரு இன்ஸ்ட்ருமெண்ட்டால் ஹோல்ஸ் பண்ணுது. உள்ளுக்குள்ளே மரத்தை சொருவுது, டெய்லி தண்ணி பீச்சுது, மரம் அப்சர்வ் ஆகிட்டே வருது. ஒரு நாளைக்கு மரம் எக்ஸ்பெண்ட் ஆகும்போது ராக்கு பிரேக் ஆகுது. இதான் ராக்கு பிரேக் டெக்னிக். எப்படி டிரான்ஸ்போர்ட் பண்ணுதுன்னா நிறையா மனிதர்கள், யானைகள், குதிரைகள், சிறை கைதிகளை യൂസ് பண்ணி. ഗൈഡായ ഇദ്ദേഹം പറയുന്നത് ഒരു യന്ത്രസാമഗ്രികളും ഇല്ലാത്ത കാലത്ത് ഈ ക്ഷേത്രത്തിൻ്റെ പണി നടന്ന കാര്യങ്ങളൊക്കെയാണ്. തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിർമ്മാണം പൂർണ്ണമായും ഇൻ്റർലോക്കിംഗ് കല്ലുകൾ ഉപയോഗിച്ച് സിമൻറ്റ് പോലെയുള്ള പദാർത്ഥങ്ങളില്ലാതെ നിർമ്മിച്ച അത്ഭുതകരമായ വാസ്തുവിദ്യ. ഇനി നിഴൽ വീഴാത്ത ഒരു ഗോപുരമാണ് ഇതിനുള്ളത്. ക്ഷേത്രത്തിൻ്റെ നിഴൽ നട്ടുച്ചയ്ക്ക് ഭൂമിയിൽ പതിക്കില്ല എന്നതാണ് അടുത്ത പ്രധാന അത്ഭുതം. നന്ദി മണ്ഡപത്തെക്കുറിച്ച് പറഞ്ഞാൽ 25 ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത കൂറ്റൻ നന്ദി പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ചുമർ ചിത്രങ്ങൾ. ചോളകാലത്തെ മനോഹരമായ ചുമർ ചിത്രങ്ങളും 108 ശിവലിംഗങ്ങളും ചുറ്റമ്പലത്തിലുണ്ട്. പ്രതിഷ്ഠ. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ എങ്കിലും അമ്മീൻ കോവിലിൽ പാർവതി പ്രതിഷ്ഠയും ഉണ്ട്. 6 വലിയ ഭൂകമ്പങ്ങളെ അതിജീവിച്ച ഈ ക്ഷേത്രം ചോള വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു. രാജരാജ ചോഴൻ പണികഴിപ്പിച്ചതിനാൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവന് രാജരാജേശ്വരൻ എന്നും ക്ഷേത്രത്തിന് രാജരാജേശ്വര ക്ഷേത്രമെന്നും പേരുണ്ട്. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമാണ് ഈ തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം. തമിഴ്നാട്ടിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ ജില്ലയിലാണ് ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പെരിയ കോവിൽ എന്നും രാജരാജേശ്വരം കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നു. പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്ഷേത്രത്തിന് 216 അടി ഉയരവും 14 നിലകളും ഉണ്ട്. 12 വസ്ത്രം കൊണ്ടാണിതിൻ്റെ പണി തീർത്തത്. ക്ഷേത്രച്ചുവരുകളിലെ കൊത്തുപണികളിൽ ചോള രാജാക്കന്മാർ നടത്തിയ വീരസാഹസിക പോരാട്ടങ്ങളും അവരുടെ കുടുംബ പരമ്പരയും വിഷയമായി നമുക്ക് കാണാം. നിറയെ ശില്പങ്ങൾ കൊത്തിയ 2 ഗോപുരങ്ങൾ പിന്നിട്ട് വേണം ക്ഷേത്രവളപ്പിലേക്ക് കടക്കാൻ. ദേവീ ദേവന്മാരും രാജാക്കന്മാരും സാധാരണ മനുഷ്യരും രതിശില്പങ്ങളും ഇതിലുണ്ട്. 5 നിലകളുള്ള ആദ്യ ഗോപുരത്തിൻ്റെ പേര് കേരളാന്തകൻ തിരുവയൽ എന്നാണ്. 15 അടി വീതിയുള്ള ഇതിൻ്റെ താഴെ കരിങ്കല്ലുകളും മേൽഭാഗം ചുടുകട്ടയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിൽ കുമ്മായക്കൂട്ടുകൊണ്ട് ശിവൻ, ഉമാമഹേശ്വരി, ബ്രഹ്മാവ്, വിഷ്ണു, ഗണപതി, കാളി എന്നിവയുടെ ശില്പങ്ങൾ കാണാം.
കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കരിങ്കല്ലിൽ വിസ്മയം തീർത്ത ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.